ഹായ് ഗൈസ്, ഞാൻ നാടൻ കോഴികളുടെ ലോകം എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ പോണത് മണ്ണുത്തിയിലേക്കാണ് പോണത്. ഇത് നമ്മുടെ കുറ്റുമുക്ക് പാടാണിത്. അടിപൊളി പ്രകൃതി രമണീയമായ പാടാണിത്. അടിപൊളി നല്ല രസമുള്ള വ്യൂവും കാര്യങ്ങളും ഉള്ള നല്ല ഇവിടെ സന്ധ്യാസമയങ്ങളിലൊക്കെ വന്നിരുന്ന നല്ല രസമാണ്. ഈ കാറ്റ് കൊള്ളാൻ വരുന്നവരും അവരൊക്കെ ഇവിടെ ഈ സൈഡിലൊക്കെ വന്നിരിക്കും. നല്ല രസമുള്ള ഒരു പ്രകൃതിയുടെ ഒരു ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്നതാണെങ്കിൽ നമ്മുടെ വന്നിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡുകളിലൊക്കെ ഇരിക്കാനും പിടിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളും അവിടെ ഇരുന്ന് ഓരോ വ്യൂസ് കാണാനും വണ്ടികളുടെ യാത്രയും ഒക്കെ നല്ല രസമുള്ളൊരു പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നിട്ടുള്ളൊരു സംഭവം ഇവിടെ കുറ്റുമുക്ക് പാടം. കുറ്റങ്കാവല്ല, സോറി, നമ്മൾ കുറ്റങ്കാവ് പൂരൊക്കെയാണ്, വീര് കാവടിയാണെന്ന്. അതിൻ്റെയൊക്കെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് റോഡ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ അപ്പുറത്ത് മറ്റേ മെയിൻ വഴിയിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ വിയൂര് കാവടി ചെയ്ത് തന്നെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, നമ്മുടെ കുറ്റുമുക്ക് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയാണ് മണ്ണുത്തി ഹാച്ചറിയിലേക്ക് പോണത്. നമ്മുടെ ഹരിയേട്ടൻ്റെ ഹാച്ചറിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള വ്യൂവും കാര്യങ്ങളും ഉള്ള വഴിയാണ്. ഞാൻ ഹരിയേട്ടൻ്റെ അവിടെ എത്തിയപ്പോഴുള്ള കോഴികളാണിത്. നാടൻ കോഴികളുണ്ട്, കരിങ്കോഴിക്കുട്ടികളുണ്ട്, ഗ്രാമശ്രീയുടെ കോഴിക്കുട്ടികളുണ്ട്. പിന്നെ പുതിയൊരു കോഴി വന്നിട്ടുണ്ട്, R2R എന്ന് പറഞ്ഞിട്ടൊരു കോഴി. ഒരു കൊല്ലത്തിൽ 300 മുട്ടയിടുന്നൊക്കെയാണ് അവർ പറയണത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ, കരിങ്കോഴി. അങ്ങനെ നോക്കിയപ്പോൾ അപ്പുറത്തൊരു വണ്ടിയിൽ നോക്കിയപ്പോൾ ഫയോമിയുടെ പൂവന്മാരുണ്ട്. ഇതിൽ 2-3 പെടകളുണ്ട്. പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കച്ചവടത്തിന്. ഇത് നമ്മുടെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ കുറച്ചങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ ഡിബിൻ എന്ന് പറയും. നമ്മുടെ ഹരിയേട്ടൻ്റെ അവിടെയൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ളതാണ് അവൻ്റെ വയലിൽ കോഴികൾ, താറാവ് കുട്ടികൾ, കോഴിക്കുട്ടികൾ, മുട്ടയിടാറായ കോഴി. പിന്നെ അത് മുട്ടക്കോഴിയാണ്. ഇത് നമ്മുടെ താറാവ് കുട്ടികളുണ്ട്, നാടൻ കോഴികളുണ്ട്, എല്ലാ വെറൈറ്റി സാധനങ്ങളുണ്ട് ഹരിയേട്ടൻ്റെ അവിടെ. ഞാൻ പോവാറുള്ളതാണ്. പിന്നെ ഇത് എൻ്റെ വീട്ടിലത്തെ കോഴി കേട്ടാ. ഇത് എൻ്റെ വീട്ടിലെ സുന്ദരന്മാർ, ഒരു സുന്ദരൻ ഒരു സുന്ദരി. ഇത് നാടൻ ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ നാടൻ കോഴിക്കുട്ടികൾ. അടിപൊളി നാടൻ കോഴിക്കുട്ടികളുണ്ട്. എൻ്റെ തള്ളേനെ ഞാൻ പുറത്തേക്ക് വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പ്രായമായപ്പോൾ ഞാൻ വീണ്ടും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അതിത് തണ്ടാൻ പോയിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല, കാലത്തഴിച്ചു വിട്ടതാണ്. ഇത് പിന്നെ നമ്മുടെ ഒറിജിനൽ നാടൻ കുട്ടികളാട്ടോ, ഒറിജിനൽ നാടൻ നൈക്കണനൊക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി കളർഫുള്ളുള്ള നാടൻ കുട്ടികൾ, സൂപ്പർ കുട്ടികൾ. നന്നായി തീറ്റെടുക്കുന്ന നല്ല ആക്റ്റീവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയെ വെച്ച് വിരിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. പാർക്കിങ്ങിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആവശ്യമുള്ളവർ വരിക. ഇത് 3 മാസം പ്രായമായിട്ടുള്ള 3-3.5 മാസമായി. ഇനി ഒരു 1.5 മാസം കൂടി കഴിഞ്ഞ് അവരെ മുട്ടയിട്ട് തുടങ്ങും. നല്ല അടിപൊളി പ്യുവർ നാടന്മാരാണ്, അടയിരിക്കുന്ന നാടൻ കോഴികളാണ്. ഇവർ നമുക്ക് നന്നായി ഇവിടെ തന്നെ വളർത്തി ഉണ്ടാക്കിയ കോഴികളാണ്. അവരൊക്കെ പുറത്തൊന്നും അങ്ങനെ മേടിച്ചിട്ടില്ല. ഇന്നിങ്ങനെ ചുമ്മാ അങ്ങനെ ഇരുന്നിക്കപ്പോൾ ഹരിയേട്ടൻ്റെ അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ കോഴികളാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികളാണ് ഇവരൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യുവർ നാടൻ. ആവശ്യമുള്ളവർ വിളിക്കുക. അതുപോലെ മുട്ടക്കോഴിയും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ.